വളരെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഈ തിങ്കളാഴ്ച അസ്തമിക്കുന്ന രാത്രി വെറുതെ അങ്ങാടി കൂടെ നടക്കാതെ ഒന്നൊക്കെ കാര്യമായി ഒന്ന് ഓതിയിട്ട് ഒന്ന് ദുആ ചെയ്യുക, റബ്ബിനോട് പറയുക. ഹബീബാ റസൂലുള്ളാഹിക്ക് ബദരീങ്ങൾക്കൊക്കെ അവർക്ക് വലിയ വലിയ മശായിഖന്മാരാണ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മുൻഗാമികളാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ഒരു ഖൈറുമില്ല, ഹബീബിനോട് കൂട്ടിക്കെട്ടുകയല്ലാത്ത ഒരു റഹ്മത്തുമില്ല. എല്ലാ റഹ്മത്തിൻ്റെ കേന്ദ്രവും മുസ്തഫ നബിയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഒരു 100 ഫാത്തിഹ ഓതാനൊക്കെ ചില്ലറ മിനിറ്റ് മതി. കുറച്ച് തഹ്ലീൽ ചെല്ലുക, കുറച്ച് ഇസ്തിഗ്ഫാർ ചെയ്യുക, പിന്നെ ഖുർആനിൽ നിന്ന് മാ തയസ്സറ പിന്നെ അവന് കഴിയുന്നത്ര അവൻ ഓതുക, എന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക, ജമാഅത്തുകളൊക്കെ കൃത്യമാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെല്ലാവരും ഈ കൊല്ലം ഒന്ന് പരിഗണിക്കണം എന്നപേക്ഷിക്കുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ ഇരുന്നിട്ട് തിങ്കളാഴ്ച അസ്തമിച്ച രാത്രി ചെയ്താൽ മാത്രം പോരാ, ചൊവ്വാഴ്ചയും ചെയ്യണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ആഫിയ ഇൽമിനെ തരട്ടെ. അപ്പം അതങ്ങനെ പ്രത്യേകിച്ച് ഇനി അതിൽ വിശദമായി കൂട്ടത്തിൽ ഞാൻ പറയട്ടെ. ഈ ഒരു പരിഗണന എന്നും വരണം. അതിൽപ്പെട്ട രാത്രി തന്നെയാണ് എന്തും ആശുറ എന്ന പരരാത്രി. അതായത് ആശുറാഇന്റെ രാത്രി. ആശുറാഇന്റെ രാത്രി പറഞ്ഞാൽ 9 അസ്തമിക്കുന്ന 9 അസ്തമയത്തിന് ശേഷം വരുന്ന രാത്രി. നാളെ ഇപ്പം മുഹറം 10 നോമ്പാണെങ്കിൽ ഇന്നത്തെ രാത്രി, നാളെ മുഹറം 10 നോമ്പാണെങ്കിൽ ഇന്നത്തെ രാത്രി, അത് ഈ 15-ൽപ്പെട്ട രാത്രിയാണ്. ഭയങ്കര പതിലുണ്ടാവും. അള്ളാഹുവോട് ദുആ ചെയ്യുക. ദുആ തന്നെ അള്ളാഹുവോട് ദുആ ചെയ്യുക. ദുആ ചെയ്ത അബ്ദിൻ മൻ അലഹ ഫി ദുആഇ ഖുബില എന്ന് പുണ്യ റസൂൽ. ദുആയിൽ ഒരാൾ അങ്ങോട്ട് കിണഞ്ഞു കൂടിയാൽ സ്വീകരിക്കപ്പെടുമെന്ന് പുണ്യ റസൂൽ മുസ്തഫ. മൻ അലഹ ഫി ദുആഇ ഖുബില, മൻ അലഹ ഫി ദുആഇ ഖുബില, മൻ അലഹ മൻ من ألح في الدعاء قبل، من ألح في الدعاء قبل. ദുആയിൽ അങ്ങോട്ട് കൂടി ആണ് പറഞ്ഞ പഠിച്ചവനെ എനിക്ക് തരാതിരിക്കാൻ പറ്റൂല, ഞാൻ കുഴങ്ങിയവനാണ്, ഞാൻ കുടുങ്ങിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് താലിബാക. ഫത്ലുബ് മാ ഫീ ഇൻദല്ലാഹി യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് മാ ഫീ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ് വത്ലുബ് മാ ഫീ ഇൻദല്ലാഹി. ഇമാം ബുഖാരി മുസ്ലിമും ഈ 2 ഹദീസ് മുത്തഫഖുൻ അലൈഹിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വത്ലുബ് ഫീമാ ഇൻദല്ലാഹി വത്ലുബ് മാ ഫീ ഇൻദല്ലാഹി യുഹിബ്ബുകല്ലാഹ് വസ്ഹദ് മാ ഫീ ഇൻദന്നാസി يحبك ما في عند الناس يحبك الناس وطلب ما في عند الله يحبك الله. അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട കാര്യം പിന്നെയും ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. യുഹിബ്ബുകല്ലാഹ് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടം കൂടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസി, ജനങ്ങള് കയ്യിലുള്ളത് നിനക്ക് കിട്ടാനുള്ളത് ഇയാൾ മറക്കുക, ഇയാൾ ഒഴിവാക്കുക. യുഹിബ്ബുകന്നാസ്, അപ്പൊ ജനങ്ങൾക്ക് നിന്നോട് ഇഷ്ടം ഉണ്ടാവും. അല്ല നിങ്ങൾ ഇന്നലെ ഞാൻ 14 റുപ്യ മുമ്പ് വാങ്ങിയത് ഈശോ അങ്ങനെ വാങ്ങിന അല്ല നിങ്ങളെ ഇന്നലെ ഞാനൊരു 10,000 വാങ്ങി അങ്ങനെയുണ്ട. അതൊന്നും എനിക്ക് ഓർമ്മയില്ലടാ, ആകെ പൊരുത്തപ്പെട്ടു. മനസ്സിലായില്ല? അതിനനുസരിച്ച് പറയും മനുഷ്യന്മാരെ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ തമ്മിലുള്ള ഇടപാടില്ല, നിങ്ങൾ ധൈര്യമായിട്ടൊന്നും. ജനങ്ങളെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് പരമാവധി നീ സാഹിദാവുക, അത് നീ ത്യജിക്കുക. അതിനനുസരിച്ച് ജനങ്ങൾക്കും നിന്നോട് ഇഷ്ടമുണ്ടാകും എന്ന് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളുടെ കാര്യം അള്ളാന്റെ കാര്യം രണ്ടാ. അള്ളാഹ് കൊടുത്തത് കിട്ടിയതാണ് ആര് കൊടുക്കണത്? അപ്പൊ ജനങ്ങൾക്ക് എപ്പോഴും തീരുമെന്ന് പേടിണ്ടാവും. അതാണ് കൊടുത്തത് പിന്നെയും ചോദിക്കും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം തീരാന്നുള്ളൊരു പരിപാടി ഇല്ല. അപ്പൊ എത്രയും കൊടുക്കാന്നാണ് അള്ളാന്റെ താല്പര്യം.
അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ രാത്രികളിലൊക്കെ പ്രത്യേകമായി ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടെയാണ് ഇനി നമ്മുടെ വിഷയം. ആ വിഷയം ഞാൻ അവിടെ അവസാനിപ്പിച്ചു. നമ്മൾ ഒന്നാമത്തെ ഹദീസിലേക്ക് തന്നെ മടങ്ങും. പറഞ്ഞോളൂ. 9-ന്റെ 9-ന്റെ നോമ്പറിന് ശേഷം തൗസിയാത്ത് ചെയ്തു. അതെ, അപ്പൊ അതിലെന്ത് യൗമു അശ്റായിൽപ്പെടും? ഈ യൗമ് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വിശാലമായ യൗമ, യൗമും ലൈലത്തും കൂടിയതാണ്. എന്തവിടെ യൗമ്? യൗമിന് പകൽ എന്ന അർത്ഥമുണ്ട്, ദിവസം എന്ന അർത്ഥമുണ്ട് യൗമിന്. ഉദാഹരണം പറയാം. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബ ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ എന്ന് പറഞ്ഞ യൗമ് പകൽ എന്ന അർത്ഥത്തിലല്ല, ദിവസം എന്ന അർത്ഥത്തിലാണ്. എന്തുകൊണ്ട് ദിവസം എന്ന അർത്ഥത്തിലാണ്? ആയത്തിൽ പറഞ്ഞത് വൽ ഫജ്രി വലയാലിൻ അശ്റ. അപ്പോൾ പിന്നെ ലൈലത്തിനെയാണ് ഖുർആൻ പരിഗണിച്ചത്. ഹദീസ് യൗമിനെ പരിഗണിച്ചിട്ടുണ്ട് എങ്കിൽ ആ യൗമിനെ പകൽ എന്ന് മാത്രം അർത്ഥം പറ്റൂല, അത് ഖുർആൻ എതിരാവും. അപ്പോൾ പിന്നെ അവിടെ എന്താണ്? പകലും രാത്രിയും ഉൾപ്പെടുത്തിയ ദിവസത്തിനും എന്ത് പറയും? യൗമെന്ന് പറയും. രണ്ടർത്ഥത്തിൽ യൗമ വരും. ഒന്നിന് പകൽ എന്ന് പറയും. അപ്പോ യൗമ അശുറ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. എന്ത്? 9-ന്റെ അന്ന് നോമ്പുറക്കണോടുകൂടെ എന്തായി? അശുറാന്റെ ദിവസമായി. ആ രാത്രി തന്നെ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങനെ ഓരോ ചാക്ക അരിയോ പൊടിയോ ഒക്കെ കൊണ്ടുപോയി കൊടുത്തോളൂ, ഒക്കെ സൗകര്യം പോലെ. അല്ലെങ്കിൽ അരിയോ പൊടിയോ ഇറച്ചിയോ നെയ്യോ ഹാക്കറ ആ ദിവസം ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ദിവസം തന്നെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിന് ഷറഫ് കൂടുള്ളൂ. കാരണം ആ ദിവസത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തെ ചെയ്യണം. എന്നാൽ ആ വർഷം മുഴുവനും അല്ലാഹു അവന് ബറക്കത്ത് ചെയ്യും, വിശാലത ചെയ്യുമെന്ന് റസൂലുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ വിഷയം മനസ്സിലായല്ലോ? ഇനി നമ്മൾ വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരിക. ആ ഹദീസ് من أوسع على عياله أوسع الله عليه سائر سنته. ഇനി നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് യൗമു ആശുറയിൽ തൗസിയാത്ത് പറയാൻ കാരണം എന്ത്? ഞാൻ ഇതിനൊക്കെ പറഞ്ഞു. ഇയാളിന്റെ വിശാലത പറഞ്ഞു. ആ ദിവസത്തെ തൗസിയാത്ത് ചെയ്യേണ്ട വിധത്തിൽ പറഞ്ഞു. തൗസിയാത്ത് പറഞ്ഞാൽ നഫക്കത്താണ്, ചെലവ്, അതായത് ചെലവ് ചെക്കലാണ്. അത് എന്തെങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. സാധാരണ ആട്ടിറച്ചി വാങ്ങി കൊടുക്കുന്ന വാപ്പയാണെങ്കിൽ അന്ന് ആട്ടിറച്ചിയും പിന്നെ വേറെ കുറച്ച് ഇറച്ചിയും കൂടി കൂട്ടി കൊടുക്കുക. നല്ല മൂലിറച്ചി നിർത്തുന്നതാണ് എങ്കിൽ അത് ആട്ടിറച്ചി ആക്കി കൊടുക്കുക. ഇറച്ചി തന്നെ വാങ്ങി കൊടുക്കാത്ത വാപ്പയാണെങ്കിൽ ഇറച്ചി വാങ്ങി കൊടുക്കുക. അങ്ങനെ തൗസിയാത്ത് പറഞ്ഞാൽ അവന്റെ പരിധിന്റെ അപ്പുറത്തേക്ക് കുറച്ചത് ചെയ്യുക. സാധാരണ പരിധിന്റെ അപ്പുറത്തേക്ക് കൊണ്ടാണ് ചെയ്യുക. എന്തെങ്കിലും കാര്യമായി മിഠായി ഒക്കെ കൊണ്ടുവരുന്ന വാപ്പ കൊണ്ടുവരുന്ന ഉണ്ടാൽ കുട്ടികൾക്ക് വിചാരിക്കും ഇന്ന് വാപ്പാക്ക് പരിധിക്കപ്പുറം കിട്ടിയിട്ടുണ്ടാവുന്നു. ചില കുട്ടികൾ വിചാരിക്കും എന്ത്? ആ മുട്ടായി നമുക്ക് തരാൻ വേണ്ടി ആരെങ്കിലും ബാപ്പാൻ്റെ അടുത്ത് കൊടുത്തതാവുന്നു ചിലപ്പോൾ വിചാരിക്കും. എന്തുകൊണ്ട്? ബാപ്പാന്റെ കൈ കൊണ്ടത് വാങ്ങിയിട്ട് നമുക്ക് അങ്ങനെ വിചാരിക്കും. അങ്ങനെയൊക്കെ വിചാരിക്കാം. അപ്പൊ അവനവന്റെ സാധാരണ ചെയ്യുന്നതിന്റെ പരിധിക്കപ്പുറം, സാധാരണ ചെയ്യുന്നതിനപ്പുറം ചെയ്യാൻ. അതാണ് നമ്മുടെ തൗസിയാത്ത്. ഇവിടെ ഇനി ഞാൻ പറയാൻ പോണ വിഷയം എന്തിവിടെ യൗമ ആശുറ ഇനി ഇത്ര വലിയ വിലാണ്? അതിനാണ് ഞാൻ ഒരു വിഷയം കൊണ്ടുവരാം. അഫ്ദലുൽ അഅമാലി ബഅദൽ ഈമാനി ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനീന. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹെഡിങ്. അഫ്ദലുൽ അഅമാലി ബഅദൽ ഈമാനി ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും ശ്രദ്ധ തെറ്റങ്ങൾക്ക് ഇത് മനസ്സിലാകുകയില്ല.
ശ്രദ്ധിക്കണേ. അഫ്ളലുൽ അഅമാലി ബഅദൽ ഈമാനി ഇദ്ഖാറു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിന. ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്. ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂലുള്ളാഹിയുടെ ഹദീസാണ് ഈ പറയുന്നത്. ഹബീബായ നബിയോട് ചോദിക്കപ്പെട്ടു. ഈ ഹദീസ് ഹാക്കിം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വേറെയും ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, യഹ്യയിൽ കണ്ടിട്ടുണ്ട്. ഹബീബ് ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫായ നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അമലുകളിൽ ഏത് അമലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബിൽ മുസ്ലിമീൻ. സുറൂറുൻ, ഹബീബായ നബിയോട് ചോദിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏത് എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ ഫഖാല, മുസ്തഫായ നബി പറഞ്ഞു, ഇദ്ഖാറുസ്, ഹബീബായ നബി പറഞ്ഞു, സുറൂറുൻ, സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബിൽ മുസ്ലിമീൻ. ഉഷാറിലിരിക്കണം, ശ്രദ്ധ തെറ്റുക. എന്താണ് ഈ മനുഷ്യൻ പറയുന്നതെന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കണമെന്നില്ല. എന്തിനാപ്പം ഇതൊക്കെ പറയണത് ഇങ്ങനെയാണ്? ഒരു ശ്രദ്ധ തെറ്റിയാൽ നാശാവും. എന്തിനാപ്പം ഈ പറയണതെന്ന് തിരിയേയില്ല. തിരിഞ്ഞാലോ നല്ല റാഹത്തുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ മനസ്സിൻ്റെ റാഹത്തുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ആ റാഹത്തുണ്ടാവും തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നതിൽ ബുദ്ധിപരമായ, ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനല്ലേ പുണ്യ റസൂലുൽ മുസ്തഫ. അള്ളാഹിൻ്റെ വഹ്യല്ലേ ഇത്. ഭയങ്കര ബുദ്ധി ഉണ്ടാവുന്നതിന് പിന്നിൽ മനസ്സിലായില്ല. മനസ്സിലാക്കുന്ന അതായത് മുഹറം 10-ൻ്റെ അന്ന് ജനങ്ങൾക്ക് വിശാലത ചെയ്താൽ എന്താ ഉണ്ടാവുക? ജനങ്ങൾക്ക് വിശാലത, ജീവിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് ആ വിശാലത ചെയ്തു കൊടുത്ത ജനങ്ങൾക്ക് എന്തുണ്ടാവും? എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടായാൽ അള്ളാഹു അവന് വിശാലത ചെയ്യുന്നതാണല്ലോ ഹബീബ് റസൂൽ പറഞ്ഞത്. അതിന് ഞാനൊരു കാര്യം പറയുന്നത്, ഇത് നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ടത് എവിടുന്നാന്ന് വെച്ചാൽ, ഈ അമൽ എന്താന്ന് വെച്ചാൽ, ഹബീബായ നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അപ്പൊ റസൂൽ പറഞ്ഞു, മുഅ്മിനായ മനുഷ്യന്റെ കൽബിൽ, മുസ്ലിമായ മനുഷ്യന്റെ കൽബിലേക്ക് നീ ഒരു സന്തോഷം ഇട്ടുകൊടുക്കുക. ചിന്തിക്കേ, ഇവിടെ ഞാൻ പറയുന്ന മുസ്ലിമായ മനുഷ്യൻ നിങ്ങൾ വിചാരിച്ച ആളൊന്നുമല്ല. ഇനി ഞാൻ എൻ്റെ ചിന്ത നേരെ പുറകോട്ട് കൊണ്ടുപോവാ. മനസ്സിലായില്ല? ഞാനിവിടെ ആശുറായിൽ എന്റെ അല്ലാഹു തആല ഇത്ര വലിയ ഇവിടെ പ്രോമിസ് ചെയ്യാനുള്ള കാരണം, ഇത് നീ സുറൂറിന് ഇട്ടുകൊടുത്ത്, ആർക്കായി സുറൂറിന് ഇട്ടുകൊടുത്തെന്നറിയോ? ആദമിന് അലൈഹിസ്സലാം. ആദമിനെ ഒരു മനുഷ്യൻ ബഹുമാനിച്ചതിന് പകരമാണ്. കാരണം അല്ലാഹു ആദമിനെ പഠിച്ചത് യൗമ ആശൂറാ. അപ്പോൾ നീ ആദമിനെയാണ് സന്തോഷിപ്പിച്ചിട്ടുള്ളത്. ആദമിനെ സന്തോഷിപ്പിച്ചവരെ അല്ലാഹു സന്തോഷിപ്പിക്കുക. മനസ്സിലായില്ലല്ലോ? ഇവിടെ സന്തോഷിപ്പിക്കല്ല, ഇറച്ചി കൊടുത്ത ആൾക്കല്ല സന്തോഷം വരുന്നത്. മനസ്സിലായില്ല? ബാപ്പ മരിച്ച അന്ന് ഈ ഒരു ആണ്ട് നടത്തിയാൽ ആണ്ടിന് പള്ള ഫുള്ളാക്കിയവർക്കല്ല സന്തോഷം, അത് നമ്മളൊക്കെ ഫുള്ളാക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ബാപ്പ മരിച്ചന്ന് ചോറ് വെച്ച് തിന്നാൽ ഒരു സന്തോഷം ഉണ്ടാവും. ആർക്ക്? എന്റെ പടച്ചവനെ, ആർക്ക്? തിന്നോനല്ല, തിന്നവന്. ഇങ്ങനെ മുമ്പ് കുട്ടി പറഞ്ഞല്ലോ, ഇങ്ങനെ പുലാവി ഒറ്റയ്ക്ക് നമുക്ക് ആരും കണ്ണുമോറും കാണാതെ കുടിക്കാൻ പറ്റുമെങ്കിൽ വല്യാപ്പ കുറച്ച് നേരത്തെ മരിക്കായിരുന്നു. കുട്ടി പറഞ്ഞൊരു കഥ ഉണ്ട്. അതായത് കുട്ടിന്റെ എവിടുന്ന് മദ്രസയിൽ കണ്ണൊക്കിലുണ്ടായാലും ഒരു ഗ്ലാസ് ഗുലാബി കൊടുക്കും കുട്ടിക്ക്. അപ്പൊ കുട്ടിക്കാണെങ്കിൽ ഒരു ഗ്ലാസ് ഗുലാബി കൊണ്ടൊന്നും മതിയാവൂല. ആ ജാതി റപ്പായി ആയ കുട്ടിയാ. അങ്ങനെയാണ് ബന്ധം വല്യാപ്പനാണ് മരിച്ചത്. അതിന് പിന്നെ ദയാദാക്ഷ്യമില്ലാതെ അമ്മയുടെ ഗുലാബി കൊടുത്തു. അപ്പൊ കുട്ടി പറഞ്ഞ വർത്താനാണിത്. ഏത് കുട്ടിയാ പറഞ്ഞത് അല്ലാഹു അഅലം. അങ്ങനെ ഒരു വർത്താനം കേൾക്കുന്നുണ്ട്.
അതിൽപ്പെട്ടതാണ് എന്ത്? ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ആരെ കണ്ണമുറും കാണാതെ പുലാവ് കിട്ടുകയാണെങ്കിൽ വല്യാപ്പാക്ക് കുറച്ച് നേരത്തെ തന്നെ ഒരുക്കായിരുന്നു. അവിടെ പണ്ട ഫുള്ളാക്കിയ ആളെ സന്തോഷം അല്ല സന്തോഷം. പിന്നെ ആരാ? നിങ്ങൾ എന്ത് അമൽ ചെയ്താലും അത് അല്ലാഹു കാട്ടിക്കൊടുക്കും. അലാഖരിബായിക്കും, നിങ്ങളെ കുടുംബങ്ങളുടെ മേലിലും, വശായിരിക്കും, നിങ്ങളെ ബന്ധുജനങ്ങളുടെ മേലിലും. നിങ്ങൾ നല്ലത് ചെയ്താൽ അവർക്ക് ആലമുൽ അർവാഹിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് മുത്തുനബി. ആണ്ട് തലേന്ന് നടത്തിക്കൂടെ? തലേന്ന് നടത്താം. പിറ്റേ നടത്തിക്കൂടെ? പിറ്റേ നടത്താം. പക്ഷെ അന്ന് നടത്തലാണ് വല്യാപ്പയ്ക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുക. തിരിഞ്ഞിട്ടില്ല. വല്യാപ്പാന്റെ പേരിൽ നമ്മൾ മരിച്ചു പോയാ വല്യാപ്പാന്റെ പേരിൽ ഇന്ന് തുറന്നൂടെ? കേൾക്കാം. നാളെ വേർന്നൂടെ? നാളെയും കേൾക്കാം. മിന്നാന്നും കേൾക്കാം. ഇന്നലെയും കേൾക്കാം. പക്ഷെ വല്യാപ്പ മരിച്ച അന്ന് ദ്വാർക്കുമ്പോൾ വല്യാപ്പാക്ക് ഒരു ചിന്ത വരും. എന്ത്? എൻ്റെ മക്കൾ കാലം കുറെ കഴിഞ്ഞിട്ടും എന്നെ മറന്നിട്ടില്ല. ഞാൻ മരിച്ച ദിവസം കൃത്യത വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വല്യാപ്പാക്ക് അറിയാം? വല്യാപ്പാക്ക് എഴുതി വെച്ചോ, നിങ്ങൾ അമലുകൾ കാട്ടിക്കൊടുക്കപ്പെടും. അലാഖരിബായിക്കും, നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, വശായിരിക്കും, നിങ്ങളുടെ ബന്ധുജനങ്ങളുടെ മേൽ. വല്ലാത്ത സുന്നത്യമാറ്റിന്റെ ഹദീസാണ്. സുന്നത്യമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും ഇതിൽ തെളിവുണ്ട്. ഇത് മുത്തുനബി പറഞ്ഞതാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടി ചില ദിവസങ്ങളിൽ പ്രത്യേകം ഒരുമിച്ച് കൂടി 40 ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകളുടെ എല്ലാം അവർക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ പ്രദർശിപ്പിക്കപ്പെടും. അലാഖരിബായിക്കും, അലാഖരിബായിക്കും, وعشائركم إن عملتم خيرا استبشروا إن عملتم خيرا استبشروا ഹബീബായ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ അമലുകളെ പ്രദർശിപ്പിക്കപ്പെടും. അലാഖരിബായിക്കും, നിങ്ങളെ കുടുംബത്തിന്റെ മേലും, വശായിരിക്കും, നിങ്ങളെ ബന്ധുക്കളുടെ മേലിലും. നിങ്ങളൊരു ഖൈറായ അമൽ ചെയ്താൽ അവർ സന്തോഷഭരിതരാകും. പ്രത്യേകിച്ച് അവരുടെ കാര്യത്തിൽ ചെയ്താൽ നിങ്ങളെ ഓർമ്മയിൽ നിങ്ങൾ മരിച്ച ദിവസങ്ങളെ മക്കൾ ചെയ്ത അമലാണ് അല്ലാഹുവിന്റെ മലക്കുകൾ അവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് പറ സന്തോഷം കൂടും. നമ്മുടെ ബാപ്പയാണ് സയ്യിദന, നമ്മുടെ അഖരിബയിലെ ഏറ്റവും വലിയ അഖരിബയിൽപ്പെട്ട 1-ാം നമ്പറുകാരനാണ് നമ്മുടെ ബാപ്പ സയ്യിദന ആദം. അതന്നെയാണ്. അപ്പോൾ അത് ബാപ്പാന്റെ ആണ്ട, ബാപ്പാടെ ജന്മദിന. അല്ലാഹു സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിച്ചതന്ന. അപ്പൊ ബാപ്പ മരിച്ചിട്ട് എത്രയോ കൊല്ലായി. എന്താ ആശുറാന്റെ പ്രത്യേകത? അന്നാണ് അല്ലാഹു ആദമിനെ പഠിച്ചത്. ആശുറായിലാണ് ഹവ്വായിനെയും പഠിച്ചത്. അന്നാണ് ആദമിനെയും ഹവ്വായെയും സ്വർഗത്തിലാക്കിയത്. ചിന്തിക്ക്. രണ്ടാമത്തത് ശരീഅത്തിന്റെ 1-ാം നമ്പറുകാരനാണ് സയ്യിദുനാ നൂഹ്. നൂഹ് നബിയുടെ സന്തോഷത്തിന്റെ ആവർത്തനങ്ങളുടെ ഓർമ്മയാണത്. നൂഹ് നബിയുടെ ഏറ്റവും വലിയ സന്തോഷം ജൂഡി പർവ്വതത്തിന്റെ മേൽ കപ്പൽ നങ്കൂരമിട്ട
ദിവസമാണത്. ആ ദിവസം ഇന്നും നമ്മൾ മറക്കാതിരിക്കുമ്പോൾ, നമ്മളാൽ കഴിയുന്നത് ചെയ്യുമ്പോൾ, നമ്മുടെ വല്യാപ്പാരെ പരിഗണിച്ച് ഇവരെല്ലാം നമ്മുടെ ഇവരെക്കാൾ നമുക്കൊരു ആക്കരിബായില്ല. ഇവരാണ് നമ്മുടെ ആക്കരിബാവ്. ഇവരെക്കാൾ വലിയൊരു ആക്കരിബാവ് നമുക്കില്ല. ഒരു മുഅ്മിനിന്റെ ഖരീബ് മറ്റൊരു മുഅ്മിനാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ പെടുത്തട്ടെ. എന്താ നോഹിന്റെ പ്രത്യേകത? സയ്യിദ്നാ നോഹ്. എന്താ സയ്യിദ്നാ നോഹിന്റെ പ്രത്യേകത? സയ്യിദ്നാ നോഹ് അവ്വൽ സാഹിബ് ശരിയാ, ആദ്യത്തെ ശരിയാത്തിന്റെ ആളാണ് സയ്യിദ്നാ നോഹ്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ. ആയത്ത് തന്നെ കണ്ടോ? ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ. നൂഹിന് കൊടുത്ത ശരീഅത്താണ് നിങ്ങൾക്കും തന്നത്. ശറഅ ലക്കും. അപ്പൊ നമ്മളും നോമ്പും നോഹിന്റെ മുൻപ് ബന്ധായി ശരീഅത്തിൽ. നോഹിന്റെ പേര് ശരീഅത്ത് നമുക്കും തന്നത്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ശരീഅത്തിന്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ശരീഅത്തിന്റെ ആദ്യത്തെ ശരീഅത്ത് കൊടുത്തത് സയ്യിദ്നാ നൂഹിനാണ് അലൈഹിസ്സലാം. സയ്യിദ്നാ നൂഹിനാണ് കൊടുത്തത്. അപ്പോൾ നോഹ് നബി നമ്മുടെ ബാപ്പയാണ്. സയ്യിദ്നാ നോഹ് അവരുടെ സന്തോഷം നടന്നത് യൗമ ആശൂറയിലാണ്. അപ്പോൾ അത് നമ്മൾ ഇന്നും ആവർത്തിക്കുകയാണ്. ചിന്തിക്കും. അവര് മുഅ്മിനീങ്ങളാ. അവർ ഏതോ ആളുകളല്ല, മുഅ്മിനീങ്ങളാ. അവർ നമ്മൾ അക്രിബാ. നമ്മുടെ രണ്ടാം പിതാവ് സയ്യിദ്നാ ഇബ്രാഹിം. ആയത്തിൽ പറഞ്ഞത് ബാപ്പാന്നാണ്. ബാപ്പ തന്നെ പറഞ്ഞു. മുസ്ലിം സമുദായത്തിന്റെ ബാപ്പയാണ് സയ്യിദ്നാ ഇബ്രാഹിം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. ഉലിദ ഇബ്രാഹിം യൗമ ആശൂറ. ആശൂറയിലാണ് ഇബ്രാഹിം നബി ജനിച്ചത്. അപ്പോൾ അത് ഇബ്രാഹിം നബിയുടെ ജന്മദിനാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അന്ന് ആദം നബിയുടെ ജന്മദിനാണ്. പിന്നെ ഇബ്രാഹിം നബി ആദം നബി ഒന്നാം ബാപ്പയാണ്. ഇബ്രാഹിം നബി രണ്ടാം ബാപ്പ ആണെന്നത് ഞാൻ തെളിവോതി. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹിം. നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ ബാപ്പാടെ മില്ലത്ത് തന്നെയാണ്. ആരാണ് ബാപ്പ? സയ്യിദുനാ ഇബ്രാഹിം. 4000 കൊല്ലത്തിന് ശേഷം വന്ന സകല മുസ്ലിം സമുദായത്തിന്റെയും ബാപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം. അപ്പൊ ഒന്നാം ബാപ്പാന്റെയും ജന്മദിനം, രണ്ടാം ബാപ്പാന്റെയും ജന്മദിനം. ശ്രദ്ധിക്കുക, ചിന്തിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി വേറൊരാളുണ്ട്. നമ്മുടെ ശരീഅത്തിനെ സഹായിക്കുന്ന ഒരു മൂന്നാമത്തെ ആളുണ്ട്. നമ്മുടെ ശരീഅത്തിനെ സഹായിക്കുന്ന ഒരു മൂന്നാമത്തെ ആളുണ്ട്. അതാരാ? രണ്ടാം മൂലുള്ള ഒരു നബി ഉണ്ട്. ആരാ? നമ്മുടെ ശരീഅത്തിനെ സഹായിക്കുന്ന നബി ആരാ? സയ്യിദുനാ ഈസ. ഉലിദ റൂഹുല്ലാഹി ഈസ യൗമ ആശൂറ. ഈസാ നബി ജനിച്ചതും ആശൂറയിലാണ്. അവരിവിടെ നടത്തും. നീതിയുടെ വിധി കൽപ്പിക്കാൻ വേണ്ടി, ഖുർആനെ സഹായിക്കാൻ വേണ്ടി വരുന്ന നബിയാണ്. ആ നബിയും നമ്മളും തമ്മിൽ വലിയ ബന്ധമാണ്. സയ്യിദുനാ ഈസ. ഉലിദ ഈസ യൗമ ആശൂറ. അപ്പോൾ എത്ര ആളായ ജന്മദിനം. അപ്പൊ ലോകത്ത് കഴിഞ്ഞു പോയ ജനതയുടെ മുഴുവനും സന്തോഷമാണത്. അതിൽ നമ്മൾ ഇന്ന് ജീവിപ്പിക്കുന്നവരെ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കെടുക്കുക. എല്ലാവരും ചെയ്യേണ്ടത്. ഉദാഹരണം പറയാം, അതിപ്പോ എല്ലാവർക്കും ചെയ്യണം. എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. ഉദാഹരണം പറയാം, ഈ ബസ്സിന് പോകുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ആഗസ്റ്റ് 15 പായസം കൊടുക്കും. സത്യത്തിൽ നമ്മൾ എന്തിനാ പായസം കൊടുക്കണം? ഇവർ ഇങ്ങോട്ട് പായസം ദിവസമല്ലെന്ന് ഇന്നില്ല. നിങ്ങൾ ഇവിടെ ഉണ്ട് ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പറയാം. നിങ്ങൾ സ്ഥലത്തില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞ് പറയാം. നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് പായസം വെച്ചിട്ട് ബസ്സിന് പോകുന്നവർക്കൊക്കെ കൊടുക്കും. എന്തിന്? ചൈനക്കാർക്ക് കൊടുക്കാൻ ഈ തരക്കില്ല. നമ്മളെ സന്തോഷത്തിൽ പങ്കാളിയാക്കാം. ഇത് നമ്മളെ സന്തോഷത്തിൽ പങ്കാളിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ബസ്സിന് പോണവര് മനസ്സിലായില്ല, അവരിങ്ങോട്ടും ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അവര് ചെയ്യണില്ല. ഇല്ല, എന്നാ നമ്മളെങ്കിലും ചെയ്യാം. അവര് പായസം അങ്ങോട്ട് കൊടുത്തപ്പോ ഒരു മുട്ടായി ഇങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ, അങ്ങോട്ടും ചെയ്യാം, ഇങ്ങോട്ടും ചെയ്യാം. എന്തേ? നമ്മൾ അജിതാദ് നേടിയ ത്യാഗത്തിന്റെ ശേഷമുള്ള ഒരു നേട്ടത്തിന്റെ മധുരമുള്ള ഓർമ്മയാണത്.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്കൊക്കെ നമ്മൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അവരും ഇങ്ങോട്ടും ചെയ്യേണ്ടത് തന്നെയാണ്. മനസ്സിലായോ പറഞ്ഞത്? അവർക്കും ഇത് ബന്ധപ്പെട്ട ദിവസമാണ്. ആഗസ്റ്റ് 15 പായസം പോലെ അത് ആ ബസ്സിന് പോണവരും ഇങ്ങോട്ടും ചെയ്യേണ്ടതാണ്, നമ്മൾ അങ്ങോട്ടും ചെയ്യേണ്ടതാണ്. അവർക്കും ചെയ്യാം. ഇനി അവർ ചെയ്യണില്ലെങ്കിലും നമ്മളെ സ്വാതന്ത്ര്യമാണ്. അവനാ സ്വാതന്ത്ര്യം പരിഗണിച്ചാലും വേണ്ടിയല്ലേ നമ്മൾ സ്വാതന്ത്ര്യമാണ്, അവന്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ നമ്മൾ ഓർമ്മയാണ്, അതിൽ ഓർമ്മയാണ്, ഇത് ഓർമ്മയാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഇദ്ഹാർ സുറൂർ എന്ന് ഞാൻ പറയുന്ന സുറൂർ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞ സുറൂർ. മരിച്ചുപോയ ഒരു ജനതയുടെ അർവാഹിനെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുമ്പോൾ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അവർ ചെയ്ത ത്യാഗത്തിന്റെ വിജയത്തിന്റെ മേൽ ഇന്നും നമ്മൾ സന്തോഷിക്കുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. മനസ്സിലായില്ല? കാര്യം തോന്നി എന്ത്? നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. ഇപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞു. ഒന്ന് സയ്യിദുന ആദം അലൈഹിസ്സലാത്തു ഉമ്മാനെ പഠിച്ച ഒന്ന് തന്നെയാണ്. ഉമ്മുന ഹവ്വ റളിയല്ലാഹു സൃഷ്ടിച്ചത് ആശുറയിലാണ്. രണ്ടാം ബാപ്പയായ സയ്യിദുന ഇബ്രാഹിമിനെ സൃഷ്ടിച്ചത് ആശുറയിലാണ്. പിന്നെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് യൗമ ആശുറയിലാണ്. പിന്നെയോ അയ്യൂബിന്റെ രോഗം മാറ്റിയത് ആശുറയിലാണ്. മഹാനായ സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ വേദനാജനകമായ രോഗത്തിലായിരുന്നു. ആ രോഗം അല്ലാഹു മാറ്റി കൊടുത്തത് ആശുറയിലാണ്. അതും ആശുറയില്ല. അവരെ സന്തോഷം. നമ്മുടെ അദ്കാറുകളിൽ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഒരു നബിയുടെ ഇർസാണ്. ആ ദിക്ർ നമുക്കൊരു നബീന്ന് അനന്തരം കിട്ടിയതാ. ഏതാ ദിക്ർ എന്നറിയും? ആ ദിക്ർ മുഹറം 1 മുതൽ ചെല്ലൽ പ്രത്യേക അശബ്ദായ സുന്നത്താണ്. ആ ദിക്ർ ഏത് പ്രയാസപ്പെട്ടോ ചെല്ലിയാലും അല്ലാഹു ഉത്തരം കൊടുക്കും. അതാണ്. അത് സൂറത്തുൽ അംബിയായിലെ 67-ാമത്തെ ആയത്താണ്. فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك ഇതെന്റെ സമുദായത്തിന് അനന്തര സമ്പത്ത് കിട്ടിയതാണ്. യൂനുസ് നബിന്ന് എന്റെ സമുദായത്തിന് അനന്തരം കിട്ടിയതാണെന്ന് പുണ്യ റസൂലുൽ മുസ്തഫ എനിക്കൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹ് ഹദീസ് അറിയിച്ചു. ഭയങ്കര രസമുള്ള ശൈലിയ. ഈ ഹദീസ് പറഞ്ഞ ഭയങ്കര രസമുള്ള ശൈലിയ. കലിമത്തുൻ ഇൻദി, കലിമത്തുൻ നക്കിറാക്കി പറഞ്ഞത് ഭയങ്കര തഅദീമിന. കലിമത്തുൻ ഇൻദി, എന്റെ കയ്യിൽ വല്ലാത്തൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. കലിമത്തുൻ ഇൻദി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി, കലിമത്തുൻ ഇൻദി മാ മിൻ മക്റൂബിൻ, മാ മിൻ മക്റൂബിൻ യഖൂലുഹാ إلا فرج الله عنه كلمة أخي يونس من بطن الحوت. كلمة يونس من بطن الحوت لا إله لا إله إلا أنت سبحانك إني كنت من الظالمين.
പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോട്ടെ ഹദീസ്. കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാക്കുണ്ട്. എനിക്ക് ഭയങ്കര വാക്ക് കിട്ടിയിട്ടുണ്ട്. കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട്. മാ മിൻ മക്റൂബിൻ, മക്റൂബ് പ്രയാസപ്പെട്ട ആൾ, യഖൂലുഹാ, ഈ വാക്ക് പറയുകയാണെങ്കിലും ഇല്ലാ ഫറജല്ലാഹു അൻഹു, അവന്റെ പ്രയാസം അല്ലാഹു നീക്കാതിരിക്കുകയില്ല. പ്രയാസം അനുഭവിക്കുന്ന ആൾ ഇത് പറഞ്ഞാൽ അല്ലാഹു പ്രയാസം നീക്കാതിരിക്കുകയില്ല. തന്നെ പഠിക്കണം ഈ ഹദീസത്തോ, അപ്പോഴേ ആ ഹദീസിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. എങ്ങനെ ഹദീസ്? കലിമത്തുൻ ഇൻദി, കലിമത്തുൻ ഇൻദി, എന്താ പറഞ്ഞ? കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കലൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. റസൂൽ പറയാ എൻ്റെ അടുക്കലൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാക്കോ മാ മിൻ മക്റൂബിൻ യഖൂലുഹാ, മക്റൂബ്, മക്റൂബ് പ്രയാസപ്പെട്ടാൽ, യഖൂലുഹാ, ആ വാക്ക് പറയുന്നു എന്നിരിക്കട്ടെ, ഇല്ലാ ഫറജല്ലാഹു അൻഹു, ആ പ്രയാസം അല്ലാഹു നീക്കാതെ വിടുകയില്ല. അബൂ ദാവൂദ്, തുർമുദി, നസായി എല്ലാം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്തുണ്ട്. ദുറുൽ ഹദീസ്, ജലാലുദ്ദീൻ സുയൂത്തി, ഒരുപാട് ആളുകൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ, ഒന്നുകൂടി ഞാൻ പറയാം. കലിമത്തുൻ ഇൻദി, ഒരു നിധി കിട്ടിയതുപോലെ റസൂൽ പറയാ എൻ്റെ അടുക്കലൊരു വാക്കുണ്ട്. മാ മിൻ മക്റൂബിൻ യഖൂലുഹാ, മക്റൂബ് എന്താ അർത്ഥം? പ്രയാസം അനുഭവിക്കുന്ന ആൾ. ഏത് പ്രയാസം അനുഭവിക്കുന്ന ആളും ഇത് പറഞ്ഞു എന്നിരിക്കട്ടെ, യഖൂലുഹാ, ഇത് പറഞ്ഞു എന്നിരിക്കട്ടെ, അല്ലാഹു ഇല്ലാ ഫറജല്ലാഹു അൻഹു, അവന്റെ പ്രയാസം നീക്കാതെ അല്ലാഹു വിടുകയില്ല. ഏതാണ് വാക്ക്? കലിമത്തു അഖീ യൂനുസ, അത് എന്റെ സഹോദരൻ യൂനുസ് പറഞ്ഞ വാക്കാണ്. മിൻ ബത്നിൽ ഹൂതി, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച്. ഏതാ വാക്ക്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. വർക്കെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അംബിയാഇൽ 47-ാമത്തെ ആയത്തിലുണ്ട് ഈ സംഭവം. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുൽമാതി അൻ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. بسم الله الرحمن الرحيم. الحمد لله. മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നുകൂടെ ആ വാക്കൊന്നോട് പറയാം. ആ ഹദീസ് ഒന്ന് കാണാതെ പഠിക്കും, ആ ഹദീസ് ഒന്ന് കാണാതെ പഠിക്കും. ആ ഹദീസ് കാണാതെ പഠിച്ചാൽ എന്താണെന്നറിയോ? നമ്മളൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാത്തതൊക്കെ നമുക്കറിയും, നമുക്കിതറിയില്ല. ഈ വിഷയം കാണാതെ പഠിക്കണം. എന്ത്? കലിമത്തുൻ ഇൻദി മാ മിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു കലിമത്തു അഖി യൂനുസ മിൻ ബത്നിൽ ഹൂതി ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ. ടെൽ അവീവ് കടപ്പുറത്താണ് ഈ പള്ളി. ഞാൻ ആ പള്ളി പോയി കണ്ടിട്ടുണ്ട്. യൂനുസ് നബിയെ മത്സ്യം വയറ്റിൽ നിന്ന് തുപ്പിയ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. ഇസ്രായേലിലാണ്. അല്ലാഹു എനിക്ക് ഇസ്രായേൽ സന്ദർശിക്കാനൊരു അവസരം തന്നു. അങ്ങനെ ഞാൻ ഇസ്രായേൽ കടപ്പുറത്ത് പോയി. ഇത് കാണാൻ വേണ്ടിയാണ് പോയത്. ഇസ്രായേൽ ടെൽ അവീവ് കടപ്പുറത്ത് പോയിട്ട് അവിടെ ടെൽ അവീവ് കടപ്പുറത്തുണ്ട് ഈ പള്ളി. പള്ളി നിസ്കാരത്തിന് മാത്രമേ തുറക്കുള്ളൂ. അങ്ങനെ പള്ളിയാണ്. അപ്പുറത്ത് ഈ ജൂതന്മാർ പെണ്ണുങ്ങൾ നിക്കറും അയച്ചിട്ട് ഇങ്ങനെ ചാടി കുളിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ. അവിടെ പള്ളിയുണ്ട്. പള്ളിയുടെ പേര് മസ്ജിദ് യൂനുസ് അലൈഹിസ്സലാം. അവിടെയാണ് മത്സ്യം തുപ്പിയത്. ആരെ? യൂനുസ് നബിയെ. തിമിംഗലമാണെന്നാണ് പ്രധാന അഭിപ്രായം. തിമിംഗലമായിരുന്നു പ്രധാന അഭിപ്രായം. സയ്യിദ്നാ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിമിംഗലം കൊണ്ടുവന്ന് തുപ്പിയത് അവിടെയാണ്. ഇപ്പോഴും പള്ളിയുടെ 2 മീറ്റർ ഇപ്പുറത്ത് കടലിങ്ങനെ അടിക്കും. മെഡിറ്ററേനിയൻ സീയാണ്. മെഡിറ്ററേനിയൻ മധ്യധരണിയാഴി. മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്ന് ഇങ്ങനെ കരങ്ങനെ അടിക്കണ ഏരിയ ആണിത്. അത്ര അടുത്തിട്ടാണ്.
വളരെ മനോഹരമായ കടലിൻ്റെ ഒരു ഏരിയയാണത്. ഇംഗ്ലീഷുകാർ ടൂറിസ്റ്റുകളും ജൂതന്മാരും ഒക്കെ ഏറ്റവും കൂടുതൽ വിളയാടുന്ന ഏരിയയാണ് ഇപ്പോൾ അത്. അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ പേര് മസ്ജിദ് യൂനിസാണ്. അതിൻ്റെ താരീഖും എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പള്ളി ഈ പേരിൽ ഉണ്ടാക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട സയ്യിദുന യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം വയറ്റിൽ നിന്ന് തുപ്പിയത് അവിടെയാണ്. അത് ദിവസങ്ങളോളം 40 ദിവസം എന്നാണ് പ്രധാന അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ദുൽഹജ്ജ് 1 കടൽ ചാടിയത്. തിരിഞ്ഞില്ല. ദുൽഹജ്ജ് 1 കടൽ ചാടിയാലല്ലേ 40 ദിവസമാവുള്ളൂ. ദുൽഹജ്ജ് 1 മുതൽ 40 അല്ലെങ്കിലും കണക്കാണല്ലോ. 40 ഭയങ്കരല്ലേ? 40 ഭയങ്കരമാണ്. ശറയിൽ 40 ഭയങ്കരമാണ്. 40 ഭയങ്കര സ്ഥാനാണ്. 40 ഭയങ്കര ഷറഫാണ്. അങ്ങനെ 40 ഭയങ്കരല്ലേ? 40 ചെറിയ സംഭവമല്ലല്ലോ. 40 നിസ്സാരാക്കണ്ട. 40 ഭയങ്കരമാണ്. അല്ലാഹു ആദമിനെ മൂശയിലിട്ടത് 40 വർഷമാണ്. മണ്ണിന്റെ മൂശയിൽ ആടച്ചളിയിൽ അല്ലാഹു 40 കൊല്ലം ഇട്ടു. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ മണ്ണിന്റെ മൂശയിൽ ഇട്ടത് 40 വർഷമാണ്. ആദമിനുണ്ടായ മക്കൾ 40 അംബിയായിന്റെ പ്രായം, നുബുവത്ത് ലഭിക്കുന്ന പ്രായം 40. 40 മുസ്ലിം ഉണ്ടെങ്കിൽ, മുഅ്മിനുണ്ടെങ്കിൽ അവിടെ വലിയുണ്ടാവും. ദുആക്ക് ഇജാബത്തുള്ള ഒരാളുണ്ടാവും. ഒരു ജുമാക്ക് 40 ആൾ വേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. 40 ഈസാ അലൈഹിസ്സലാം മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടാൻ എടുക്കുന്ന സമയം 40. 40 വയസ്സായാലേ മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെട്ടു. ഈസാ ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി ഭൂമിയിൽ വിളയാടുന്ന സമയം 40. 40 ദിവസമാണ്. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഭൂമിയിൽ ഭരണം നടത്തുന്ന കാലം 40. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂസുഫ് യാക്കൂബിന് നഷ്ടപ്പെട്ട വർഷം 40. 40 എണ്ണയാണോ? 40 ചെറിയ സംഭവം. 40 ഭയങ്കര എല്ലാ 40 4 40 അതിന് വലിയ ബന്ധമാണ്. 4 കിതാബ് 4 ആൾക്ക്, 100 ഏടും 4 ആൾക്ക്, 4 മദ്ഹബ്, 4 ഇമാം, ഖുലഫാഉൽ അർബഅ 4. നമുക്ക് മനസ്സിലായോ? 4 40 അങ്ങനെ കണക്കാണ്. 4 40 അങ്ങനെ കണക്കാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്ന യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടത് ഒക്കെ 40. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല വഇദ് വഅദ്നാ മൂസാ 30 ലൈല ثم أتممناها ب10 فتم ميقات ربه 40 ليلة. അത് 40. മുനാജാത്തിന് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച സമയം 30. പിന്നെ സിനായ് മരുഭൂമിയുടെ മുകളിൽ 7539 അടിയുടെ മുകളിൽ കയറ്റിയിട്ട് ഈ തണുപ്പിലാണ് ഇരുത്തി 10 ദിവസം. അത് ഭയങ്കര റിയാളയാണ്. അപ്പൊ 40 തിരിഞ്ഞില്ല. അത് കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുമ്പോഴാണ് ഇരുത്തി. സമുദ്രനിരപ്പിൽ നിന്ന് 7539 അടി മുകളിലേക്കുണ്ട് സയ്യിദുനാ മൂസ. ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഒക്കെ 40 പറയാനുള്ള കാരണം സയ്യിദുനാ യൂനുസ് അലൈഹി സ്വലാം മൾട്ടിസിന്റെ വയറ്റിൽ കിടന്നത് 40. അപ്പൊ ഏറ്റവും ദുൽഹജ്ജ് 1 ചാടിയിട്ടുണ്ടാവും. ദുൽഹജ്ജിന് 1 ചാടിയിട്ട് പൊങ്ങി എന്ന് മുഹറം 10 40. അതാണ് ആ വൽഫജ്രി വലയാലിൻ ആശുറിന്റെ ഫസ്റ്റ് ലൈല്. അത് പിന്നാണ് തീരാൻ എവിടെ ആശുറ. ഇനിയിപ്പോൾ അവിടെ അടുത്തൊന്നും അതുപോലത്തെ പ്രധാനപ്പെട്ട ദിവസമില്ല. ഇനി റബീഉൽ അവ്വൽ വരണം. മറ്റത് ഈ 40 ദിവസം ഭയങ്കര ദിവസമാണ്. അതിൽ ഹജ്ജിമാര് വിദാഇന്റെ ത്വാഫ് ചെയ്ത് വരുന്നത് വരെ അതിൽ ഉൾപ്പെടും. ഈ 40 ദിവസത്തിലാണ് ഹാജിമാര് മനസ്സിലായത് എല്ലാം അതിൽ ഉൾപ്പെടും. ഈ 40-ന്റെ ഉള്ളിൽ ഉൾപ്പെടും, എല്ലാം ഉൾപ്പെടും. ഹജിമാര് കഅബാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ മുഹറം 10 പിരിയും. അതൊക്കെ പരിഗണിച്ചിട്ടാവാം മുഹറം 10 ആ ദിവസം. അത് അപ്പോൾ 40. ദുൽഹജ്ജ് 1 തുടങ്ങിയിട്ട് മുഹറം 10 40 ദിവസമാണ്. ചിന്തിക്കും. ഇപ്പോൾ സയ്യിദുനാ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിനുമായിട്ട് രക്ഷപ്പെടുത്തിയത് മുഹറം 10. അപ്പൊ എല്ലാം കഴിഞ്ഞു പോയ ഒരുപാട് ഖൈർ
മാനത്ത് പറന്ന നബിയല്ലേ സയ്യിദ്ന സുലൈമാൻ. സുലൈമാൻ അധികാരം ഏറ്റെടുത്ത് മഹറമത്തിനാണ്. സയ്യിദ്ന സുലൈമാൻ വലി വലി സുലൈമാൻ തന്റെ കൽപ്പന പ്രകാരം കാറ്റ് സഞ്ചരിച്ചിരുന്നു. കാറ്റിനെ അള്ളാഹു വഴിപ്പെടുത്തി കൊടുത്ത ആളാണ് സയ്യിദ്ന സുലൈമാൻ. സുലൈമാന്റെ കൽപ്പന പ്രകാരം ചലിച്ചിരുന്നു കൊടുങ്കാറ്റ് പോലും. സയ്യിദ്ന സുലൈമാൻ, ആ സുലൈമാൻ അധികാരം ഏറ്റെടുത്ത ദിവസം മുഹറമ്പത്തിനാണ്. ചിന്തിക്കും. ജാലൂത്തിനെ കൊലപ്പെടുത്തിയതിനു ശേഷം താലൂത്ത് അധികാരിയായി സയ്യിദ്ന ദാവൂദ് അലൈഹിസ്സലാം അധികാരം ഏറ്റെടുത്തതും അന്നാണ്, മുഹറമ്പത്തിനാണ്. സയ്യിദ്ന ദാവൂദ് അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട 72 പേരമക്കളോടുകൂടെ നബിയുല്ലാഹി യാഖൂബ് അലൈഹിസ്സലാം വഖാല ദുഖുലു മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ. സൂറത്ത് യൂസുഫ്. 72 പേരമക്കളെയും കൂട്ടി നബിയുല്ലാഹി യാഖൂബ് മൂത്ത പേരമകൻ യഹൂദയുടെ നെഞ്ചിൽ താങ്ങി 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 മിസ്റിന്റെ കവാടത്തിലേക്ക് വന്നത് മുഹറമ്പത്തിനാണ്. നബിയുല്ലാഹി യാഖൂബ് അപ്പോഴത്തിന് 40 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ആരും നഷ്ടപ്പെട്ടിട്ട്? സയ്യിദ്ന യൂസുഫ് നഷ്ടപ്പെട്ടിട്ട്. 12 വയസ്സെന്നും 17 വയസ്സെന്നും അഭിപ്രായമുണ്ട്. ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 12-ാം വയസ്സിലാണ് യൂസുഫ് അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടതെന്നും 17 അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായം കാണുന്നുണ്ട്. 12 ആണെങ്കിൽ അപ്പോൾ യൂസുഫ് നബിക്ക് 52 വയസ്സാണ്. 17 ആണെങ്കിൽ അന്ന് 57 വയസ്സാണ്. 40 കൊല്ലം കഴിഞ്ഞു പോയി. പാപ്പ പറ്റ വൃദ്ധനായിട്ടുണ്ട്. മൂത്ത കാക്കയുടെ പേരാണ് യഹൂദ എന്ന മൂത്ത കാക്കയിലേക്ക് ചേർത്താണ് ആ മൂത്ത കാക്ക വഴി ഉണ്ടായ പേരക്കുട്ടിയാണ് മൂസ നബിയുടെ അനുയായികൾക്ക് യഹൂദികൾ എന്ന് പേരിട്ടത്. ഏതുപോലെ മുഹമ്മദ് ബിൻ ഇദ്രീസ് മനസ്സിലായില്ലേ? അവർ സ്വഹാബിയായ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവരെ ഷാഫിഈ എന്ന് വിളിക്കുന്നത് പോലെ. മനസ്സിലായില്ലേ? ഷാഫി മാമന്റെ ബാപ്പാന്റെ പേര് ഷാഫിഈ എന്നല്ല, ഇദ്രീസ് എന്നാണ്. പക്ഷെ അവരുടെ ഒരു വല്യാപ്പെട്ട സ്വഹാബി, ആ സ്വഹാബിയുടെ പേര് ഷാഫിഈ എന്നാണ്. എന്നതുപോലെ യാക്കൂബ് നബിയുടെ മൂത്ത മകനാണ് യഹൂദ വഴിയുള്ള പേരക്കുട്ടിയാണ് ആര്? മൂസ. ആ മൂസ നബിയുടെ ജനത യാക്കൂബ് നബിയുടെ യഹൂദ മകൻ വഴിയാണ് അവരെ പരമ്പര. അതുകൊണ്ട് ആ ജനതക്ക് യഹൂദികൾ എന്ന് പറയും. ആ യഹൂദ കുറച്ച് നല്ല മനുഷ്യനുമാണ്, ഏകദേശം നല്ല മനുഷ്യനാണ് യഹൂദയാണ്. കുട്ടിയെ കൊല്ലണമെങ്കിൽ ആട് നടത്തോ എന്നിട്ട് ചോര പൊരുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് യഹൂദ. ബാക്കിയുള്ള 9 ജ്യേഷ്ഠന്മാരും കുട്ടിയെ കൊല്ലണമെന്ന അഭിപ്രായക്കാരായിരുന്നു. കുട്ടിയെ കൊല്ലരുത്, കുട്ടിയെ കിണറ്റിലിട്ടാൽ മതി, കുട്ടിയെ കൊല്ലരുത് എന്ന അഭിപ്രായം പറഞ്ഞ മൂത്ത കാക്കയായ യഹൂദയാണ്. ആ യഹൂദയുടെ മാർവിടത്തിൽ തൂങ്ങിയിട്ട് ബാപ്പ ഇങ്ങനെ വരിക. അന്ന് ബാപ്പാക്ക് വയ്യ, നടക്കാൻ പോലും വയ്യ. സയ്യിദ്ന യാക്കൂബ് 4000 പട്ടാളക്കാരുടെ സമേതത്തിൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നു സയ്യിദ്ന യൂസുഫ്. മിസ്റിന്റെ ചക്രാധിപതിയായ റയ്യാനുൽ വലീദ് പോലും ആ കൂട്ടത്തിലുണ്ട്. മിസ്റിന്റെ അധിപതിയായിരുന്നു റയ്യാൻ ഇബ്നുൽ വലീദ് ചക്രവർത്തി. അയാളാണ് ഫിർഔൻ. അയാൾ ലഅനത്തുല്ലാഹി അലൈഹി പറയുന്നിട്ട് അയാൾ റളിയല്ലാഹു അൻഹു ആണ്. അയാൾ മുസ്ലിമാണ്, പ്രഗത്ഭനായ മുസ്ലിം മനുഷ്യനാണ്. ഫിർഔനെ നോക്കുമ്പോൾ ചാടണ്ട, എല്ലാ ഫിർഔനും അമ്മാടിയല്ല. ഇയാൾ സ്വാലിഹായ മനുഷ്യനാണ്. ആര്? റയ്യാൻ ഇബ്നുൽ വലീദ്. യൂസുഫ് നബിയുടെ കാലത്ത് ഫിർഔൻ മുസ്ലിമാണ്, പ്രഗത്ഭനായ മുസ്ലിമാണ്. അസ്ലമ ഫഅഹ്സന ഇസ്ലാമഹു ഫആമന ബില്ലാഹി വബിറസൂലിഹി യൂസുഫ ഫസാറ സീറത്തൻ ഹസനത്തൻ ഫതുഫിയ. പിരമിഡിനല്ല, സാധാരണയായി ഒരു മുഅ്മിനായ മനുഷ്യനെ മറവ് ചെയ്യുമ്പോൾ മറവിച്ചതാണ്. ആരെ? റയ്യാൻ ഇബ്നുൽ വലീദ്. അയാൾ മുസ്ലിമാണ്. അയാൾ സഹാബിയാണ്. ആരുടെ? യൂസുഫ് നബിയുടെ സഹാബിയാണ്. യാക്കൂബ് നബിയുടെയും
യൂസുഫ് നബിയുടെയും യാക്കൂബ് നബിയുടെയും സ്വഹാബിയാണ് അക്കാലത്തെ ഫിർഔനായ റയ്യാൻ ഇബ്നുൽ വലീദ്. അയാൾ മാത്രമാണ് നല്ല മനുഷ്യൻ, അയാൾ സ്വഹാബിയാണ്. യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെയും സ്വഹാബിയാണ് ആര്? റയ്യാൻ. അയാൾ മിസ്റിന്റെ ചക്രവർത്തിയാണ്. അയാൾ വരെ യാക്കൂബ് നബിയെ കൂട്ടാൻ വേണ്ടി പോയ സംഘത്തിലുണ്ട്. അവരിങ്ങനെ വന്നു فلما دخلوا عليه آوى إليه أبويه وقال ادخلوا من مصر إن شاء الله آمنين. فلما دخل عليه آوى إليه أبويه മാനെ ബാപ്പാനെ നെഞ്ചിലേക്ക് പിടിച്ചുകൂട്ടി. ഉമ്മയല്ല, ഇളയമ്മയാണ്. ഉമ്മ റാഹേലാണ്. റാഹേൽ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. റാഹേൽ മരിച്ചതിന് ശേഷം ഒരു കുടുംബക്കാരത്തി പെണ്ണിനെ കല്യാണം കഴിച്ചതാണ് മൂന്നാമത്തെ ഭാര്യ. ആ ഭാര്യയിൽ കുട്ടികളില്ല. യാക്കൂബ് നബിക്ക് 3 ഭാര്യമാരുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യയിൽ 10 മക്കൾ, രണ്ടാമത്തെ ഭാര്യയിൽ 2 മക്കൾ. രണ്ടാമത്തെ ഭാര്യയിൽ ഇവിടെ പേരാണ് റാഹേൽ. റാഹേൽ അക്കാലത്തെ ഫലസ്തീനിലെ ഏറ്റവും സുന്ദരിയും ഭക്തയുമായ പെണ്ണാണ്. ആ പെണ്ണിന്റെ മോനാണ് സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാം. റാഹേലിന് 2 മക്കളുണ്ടായി. ആദ്യം റാഹേലിന്റെ ഏട്ടത്തിക്ക് 10 മക്കളുണ്ടായി. ആ ഏട്ടത്തി മരിച്ചപ്പോൾ അനുജത്തി റാഹേലിനെ കല്യാണം കഴിച്ചു മഹാനായ സയ്യിദുന യാക്കൂബ് അലൈഹിസ്സലാം. അതിൽ 2 കുട്ടികളുണ്ടായി. അത് ഒന്ന് യൂസുഫ്, ഒന്ന് ബിനിയാമീൻ. ബിനിയാമീൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രസവ വേദനയിൽ മരിച്ച പെണ്ണിന്റെ പുത്രൻ എന്നാണ് ഇബ്രു ഭാഷയിൽ. ബിന്യാമീൻ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ബിന്യാമീൻ യൗമീൻ എന്ന വാക്കിന്റെ അർത്ഥം ഇബ്രു ഭാഷയിൽ ബിന്യാമീൻ എന്ന വാക്കിന്റെ അർത്ഥം പ്രസവ വേദനയിൽ മരിച്ച പെണ്ണിന്റെ മകൻ എന്നാണ് ബിന്യാമീൻ. അതിനുശേഷം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിൽ കുട്ടികളില്ല. മാനെ ബാപ്പാനെയും തന്നിലേക്ക് പിടിച്ചു കൂട്ടി. وقال ادخلوا مصر إن شاء الله آمنين. سيدنا يوسف عليه السلام ورفع أبويه على العرش وخروا له سجدا إنك للنيرتاي. فلما دخلوا عليه آوى إليه أبويه وقال ادخلوا مصر إن شاء الله آمنين. 4000 പട്ടാളങ്ങളും അവർക്ക് അനുയോജ്യരായ കുതിരക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. രത്നവും സ്വർണവുമുള്ള കിരീടങ്ങൾ യൂസുഫും അലൈഹിസ്സലാം റയ്യാൻ ഇബ്നുൽ വലീദും അണിഞ്ഞിരുന്നു. യൂസുഫിന്റെ കിരീടം സ്വർണമായിരുന്നു. സ്വർണം ആ കാലഘട്ടത്തിൽ ജായിസായ വസ്തുവായിരുന്നു. സ്വർണത്തിന്റെ സിംഹാസനമായിരുന്നു. സ്വർണത്തിന്റെ സിംഹാസനത്തിന്റെ മേൽ ഉമ്മാനെയും ബാപ്പാനെയും കേട്ടിരുത്തിട്ടു. മകന്റെ മുന്നിൽ അവർ സുജൂദിൽ വീണു. അത് മുഹറം 10-നായിരുന്നു. ബാപ്പ മകന് സുജൂദ് ചെയ്തു. ബാപ്പ പ്രോട്ടോകോൾ തെറ്റി. നിങ്ങളിവിടെ ഇല്ല, എന്താ നിങ്ങളുണ്ടാ? നിങ്ങൾ സ്ഥലത്തുണ്ടാവും. പ്രോട്ടോകോൾ തെറ്റിച്ചു. അവർ വീണു ലഹു യൂസുഫിന് വേണ്ടി സുജ്ജദൻ സുജൂദിൽ വീണു. എല്ലാ മുഫസ്സിരിങ്ങളും പറഞ്ഞു സുന്നത്ത് മാറ്റുന്ന എല്ലാ മുഫസ്സിരും സുജൂദുൽ ഹഖീഖി ആ സുജൂദാണ്. സുജൂദ് ഒരു ശരീഅത്തിനും ഹറാമായിരുന്നില്ല ഇല്ലാ ശരീഅത്ത് മുഹമ്മദ്. എല്ലാ ശരീഅത്തിനും മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടിയിരുന്നു. സുജൂദ് മനുഷ്യൻ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തൽ ഹറാമാക്കിയ ശരീഅത്ത് ഈ ശരീഅത്ത് മാത്രമാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? നമ്മുടെ ശരീഅത്തിൽ മനുഷ്യരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് അല്ലാഹു അല്ലാത്ത ഒരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ മനസ്സിലാക്കണം, അതെല്ലാം മുഹറം 10-നാണ്. قال ادخلوا مصر إن شاء الله آمنين. അന്ന് 72 പേരക്കുട്ടികളുണ്ട്. ചിന്തിക്ക്. പിന്നെ അവർ തിരിച്ചുപോയി.
പിന്നെ അവർ തിരിച്ചുപോയി എന്ന് നിങ്ങളിവിടെ ഇല്ല. പിന്നെ അവർ തിരിച്ചുപോയി എന്ന് BC 1235 BC 1235 തിരിച്ചുപോയി. ഇത് BC 1600 അനുബന്ധിച്ചായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. പിന്നെ അവർ തിരിച്ചുപോയി. ഇത് BC 1600 അടുത്തായിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. പിന്നെ അവർ തിരിച്ചുപോയി. BC 1235 തിരിച്ചുപോയി. ആരുടെ കൂടെ? സയ്യിദ്നാ മൂസ. അത് മുഹറം 10-നാണ്. ഇസ്രായേലിയർ മിസ്രിൽ കടന്നത് മുഹറം 10-നാണ്. ഇസ്രായേലിയർ മിസ്രിൽ നിന്ന് ഓടിയത് മുഹറം 10-നാണ്. ഇസ്രായേലികൾ മിസ്രിൽ വന്നത് ഇത്ര വലിയ വിഷയം. അതാണ് വിഷയം. ലോക ചരിത്രത്തിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അതാണ് ഇസ്രായേലികൾ മിസ്രിൽ വന്നതാണ് സംഭവം. അതാണ് സംഭവം. ലോക ചരിത്രം മുഴുവനും അതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ അടിക്കടി ആ സംഭവം പറയുന്നത്. فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى. മഹ്ശറയെ പറ്റി പറഞ്ഞതായിട്ട് അങ്ങനെയാണ്. എന്തിനാ ഇപ്പൊ ആയത്തോടെ പറഞ്ഞോന്ന് പോലും തോന്നും. ആ ആയത്തോട്ട് പ്രത്യക്ഷത്തിലൊരു ബന്ധമില്ലാത്ത സ്ഥലത്താണ് ആയത്ത്. പ്രത്യക്ഷത്തിൽ ബന്ധം തോന്നുവാത്ത സ്ഥലത്താണ് ആയത്ത്. വന്നാസിയാത്തി ഖർഖൻ വന്നാശിതാത്തി നഷ്തൻ വസ്സാബിഹാത്തി സബ്ഹൻ ഫസ്സാബിഖാത്തി സബ്ഖൻ ഫൽമുദബ്ബിറാത്തി അംറൻ യൗമ തർജുഫു റാജിഫ തത്ബഉഹാ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിഅ യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇമാമൻ നാഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ هي زجرة واحدة فإذا هم بالساهرة. معشرين ساهرة معشرين معشرة. പിന്നെ അടുത്ത വാക്ക് ഹല്ലതാക ഹദീസ് മൂസ. മൂസാ നബിയുടെ വൃത്താന്തമാണ്. അത് മുഹറം 10 അവസാനിക്കുക. ഫഅഖദഹു അല്ലാഹ്. അത് മുഹറം 10. മനസ്സിലായില്ല? നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മാഷറിനെ പറ്റി ഇങ്ങനെ മരണം പറഞ്ഞത് മാഷറാണ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് മുഹറം 10 അവസാനിക്കുന്ന കഥയാണ്. എവിടെയും ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ സംഭവം ഇതാണ്. ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ സംഭവം മിസ്രിൽ നിന്നുള്ള ഇസ്രായേലികളുടെ ഒഴിച്ചുപോക്കും ആദമും അലൈഹിസ്സലാം ഇബ്ലീസും തമ്മിലുള്ള കഥയാണ്. ഏറ്റവും കൂടുതൽ ഖുർആനിലെ കഥ അത് രണ്ടുമാണ്. മനസ്സിലായില്ല? ഒന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇബ്ലീസിന്റെയും ആ കഥ. പിന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനും തമ്മിൽ പടവെട്ടിയിട്ട് അവസാനം ഇസ്രായേലിൽ യാത്ര ചെയ്യുന്ന കഥ മുഹറം 10-നാണ്. അത് മുഹറം 10-നാണ്. ചിന്തിക്കും. എവിടെയും അതന്നെ. അൽ ബഖറ 49-50. وَإِذْ فَرَقْنَا بِكُمُ الْبَحْرَ فَأَنْجَيْنَاكُمْ وَأَغْرَقْنَا آلَ فِرْعَوْنَ وَأَنْتُمْ تَنظُرُونَ. وَإِذْ فَرَقْنَا وَإِذْ نَجَّيْنَاكُمْ مِنْ آلِ فِرْعَوْنَ يَسُومُونَكُمْ سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. وإذ نجيناكم من آل فرعون. ഫറോവ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയത് നിങ്ങൾ ഓർക്കുന്നില്ലേ? യസൂമൂനക്കും സൂഅൽ അദാബി. ഏറ്റവും ശക്തമായ ശിക്ഷ അവർ നിങ്ങളെ ശിക്ഷിച്ചിരുന്നു. യുദബ്ബിഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും വഫീ ദാലികും ബലാഅ മിർ റബ്ബിക്കും അളീം. കുട്ടികളെ കൊല്ലും, പെണ്ണുങ്ങളെ അവർക്ക് വേണ്ടി അവരുടെ തോന്നിയാസത്തിന് ഉപേക്ഷിക്കും.
ഇത് ഫറഖ്നാബിക്കുമുൽ ബഹ്റ ഫഅൻജയ്നാക്കും, പിന്നെ നിങ്ങളെ നാം എന്ത് ചെയ്തു? കടലിനെ പിളർത്തിയിട്ട് രക്ഷപ്പെടുത്തിയതും ഓർമ്മയില്ലേ? അത് മുഹറമത്തിന. അത് ഭയങ്കര അത്ഭുതമാണ് ആ സംഭവം. ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസ, അതാ ലോക ചരിത്രത്തിൽ അത്ഭുതകരമായ സംഭവമാണ്. ഈ സംഭവത്തിന് ഭയങ്കര ബന്ധം എന്താണെന്നറിയോ? 72 പേരമക്കളും പേരമക്കളും അതിന് യഹൂദയുടെ നെഞ്ചിൽ താങ്ങിയിട്ടാണ് ആര് വരുന്നത്? യാക്കോബ് മിസ്രിലേക്ക് വരുന്നത്. നെഞ്ചിലിങ്ങനെ താങ്ങുക. 200 ഒട്ടകങ്ങളെയും ഒരുക്ക് സമ്മാനങ്ങളെയും കൊടുത്തയച്ചിരുന്നു. ആര്? യൂസുഫ് നബി കനാനിലേക്ക് ഇവരെ വരുത്താൻ വേണ്ടിയിട്ട്. മുഹറം 10 അവർ ഇവിടെ എത്തിച്ചേർന്നത്. ഉറങ്ങണ്ടാ മനസ്സിൽ എത്ര 200 ഒട്ടകങ്ങളും അതിൻ്റെ ഒരുക്ക് സമ്മാനങ്ങളും ബാക്കിക്കാർ എല്ലാവരും കൊണ്ടുവരാൻ വേണ്ടി, വീട്ടിലെ സാധനങ്ങൾ എല്ലാം കൊണ്ടുവരാൻ വേണ്ടി 200 ഒട്ടകങ്ങളും ഒരുക്ക് സമ്മാനം കൊടുത്തയച്ചിരുന്നു. അവരവിടുന്ന് യാത്ര പുറപ്പെട്ട് ഇവിടെ എത്തുന്നത് മുഹറമത്തിന് 60,000 ചതുരശ്ര മൈലാണ് സീനായി മരുഭൂമി. വിട്ട് കടന്നിട്ട് മിസ്രിലേക്ക് കയറുകയാണ്. 60,000 ചതുരശ്ര മൈൽ വിട്ട് കിടക്കണം. ദീർഘമായി യാത്ര ചെയ്ത് വരികയാണ് അവർ. കനാനിൽ നിന്ന് മിസ്രിൽ എത്തണമെങ്കിൽ 60,000 ചതുരശ്ര മൈലാണ്. എന്ത് സീനായി മരുഭൂമി. സീനായി മരുഭൂമി വിട്ട് കിടക്കണം. സീനായി മരുഭൂമിക്ക് അപ്പുറത്താണ് കനാൻ, ഇപ്പുറത്താണ് മിസ്ർ. ഇതൊന്ന് വിട്ടിറക്കണം. ഇങ്ങനെ വരികയാണ്. ഇവരിവിടെ എത്തുന്നത് മുഹറം 10 വരുമ്പോൾ ബാപ്പ ഒട്ടകപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. മുന്നിൽ ബാക്കിൽ ആരും ഉണ്ട്? യഹൂദ താങ്ങിയിട്ടാണ് ബാപ്പാനെ കൊണ്ടുവരുന്നത്. അങ്ങനെ വരിക. ഇനി ചരിത്രത്തിലെ ഒരു ദൗത്യം നിങ്ങൾ നോക്കി. ഇസ്രായേലി തലമുറയുടെ ബാപ്പയാണ് ആര്? യാക്കൂബ്. എന്താണ് ഇന്ന് ഉറങ്ങണത്? ഇസ്രായേൽ തലമുറയുടെ ബാപ്പയാണ് ആര്? യാക്കൂബ് എന്ന് ഉറപ്പല്ലേ? ഇനിയിപ്പോ ആലോചിക്കണം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ ഓമനപ്പേരാ. നമ്മളെ നാട്ടിലുണ്ടല്ലോ മാനു, കുഞ്ഞിപ്പ എന്നൊക്കെ പറയണത്. ഒന്ന് പറയാൻ മനുഷ്യന്മാരെ, നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാവർക്കും എന്താണെങ്കിലും ഒരു പേരുണ്ടാവും. എന്താ പറയാനും ഒരു പേരുണ്ടാവും. കുഞ്ഞാപ്പൂ, കുഞ്ഞിപ്പ. അതുകൊണ്ട് കുറെ ആളുകളെ പേര് പുറത്തറിയില്ല. അതൊരു അൽഹംദുലില്ലാഹ് നല്ലതാണ്. എന്താണെങ്കിലും ഒരു പേരുണ്ടാവും. കുഞ്ഞാപ്പ, കുഞ്ഞിപ്പ, എന്തെങ്കിലും ഒരു പേരുണ്ടാവും. മനസ്സിലായി?